അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വന്തം നാടായ സ്വന്തം റായത്തിൽ ജീവിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് അന്യനാട്ടിലേക്ക്, വേറെ നാട്ടിലേക്ക് താമസിക്കേണ്ടി വന്നു. താമസം മാറേണ്ടി വന്നു. 500 കിലോമീറ്റർ ദൂരമുണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക്. ആ മദീന എന്ന് പറയുന്ന രാജ്യത്തേക്ക് താമസിക്കേണ്ടി വന്നു. ചേഞ്ചാക്കേണ്ടി വന്നു അല്ലേ? എന്നിട്ട് 500 കിലോമീറ്റർ ദൂരമുള്ള മദീനയിൽ താമസിക്കുമ്പോഴും അബൂജഹലിൻ്റെ പട്ടാളം, അതായത് അബൂജഹൽ കച്ചവടത്തിന് വേണ്ടി ആളെ പറഞ്ഞയച്ചു. ആ കച്ചവടത്തിൽ കിട്ടുന്ന ലാഭം കൊണ്ടിട്ട് മദീനയെ ആക്രമിക്കാനാണ് ശത്രുക്കളുടെ പരിപാടി. ഇന്നലെ നമ്മളതാണ് പറഞ്ഞത്. എന്നാൽ ആ കച്ചവട സംഘം സുഖമായി എവിടെ മടങ്ങിയെത്തി? അവരുടെ നാട്ടിൽ മടങ്ങിയെത്തി. അതെ, മക്കയിൽ മടങ്ങിയെത്തി. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, പ്രിയപ്പെട്ട പെങ്ങന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഭായിയോം ബഹനോം, മഹാനായ സയ്യിദുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുന്നതിന് മുമ്പ്, ബദർ എന്ന് പറയുന്ന സ്ഥലത്ത് കൂടിയാണ്, ആ വഴിക്കാണ് ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് വരുന്ന മുശ്രിക്കിൻ്റെ ആളുകൾ മക്കത്തേക്ക്, അവരെ നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നത് അല്ലേ? അതെ. അതുകൊണ്ട് ബദറിൽ ചെന്നാൽ കച്ചവട സംഘത്തിനെ കാണാനും ആക്രമിക്കാനും പറ്റും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സംഘവും പുറപ്പെടുകയാണ് എങ്ങോട്ട്? ബദറിലേക്ക്. അതിൻ്റെ ഇടയ്ക്ക് വഴിയിൽ വെച്ചുകൊണ്ടൊരു സംഭവം ഉണ്ടായി. എന്താ സംഭവം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وَإِذْ يَعِدُكُمُ اللَّهُ إِحْدَى الطَّائِفَتَيْنِ أَنَّهَا لَكُمْ وَتَوَدُّونَ أَنَّ غَيْرَ ذَاتِ الشَّوْكَةِ تَكُونُ لَكُمْ وَيُرِيدُ اللَّهُ أَن يُحِقَّ الْحَقَّ بِكَلِمَاتِهِ وَيَقْطَعَ دَابِرَ الْكَافِرِينَ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിവരം അറിയിച്ചു. ജിബ്രീൽ അറിയിച്ചു. 1250 സൈന്യങ്ങൾ നേരെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഈ കാണുന്ന റായത്തിൻ്റെ അപ്പുറത്ത് ബദർ എന്ന് പറയുന്ന റായത്തിൽ എത്ര ആൾ വന്നിട്ടുണ്ട്? അതെ, 1250 ശത്രുക്കളായിരുന്നു വന്നത്. അവർ 300 പേര് മക്കത്തേക്ക് തന്നെ മടങ്ങിപ്പോയി. ബാക്കി എത്ര ഉണ്ടാവും? 1250 മൈനസ് 300, 950% ബാക്കി ഉണ്ടാവും അല്ലേ? 950 ശത്രുക്കൾ, 950 ശത്രുക്കൾ മുശ്രിക്കീങ്ങൾ അവർ ബദറിൽ വന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ റമദാൻ മാസം 16 അസ്തമിച്ച 17-ാം രാത്രിയിൽ അള്ളാന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും ബദറിൽ എത്തിച്ചേരുകയാണ്. എന്നാണ് എത്തിച്ചേർന്നത്? റമദാൻ 16 അസ്തമിച്ച 17-ാം രാത്രിയിൽ ബഹുമാനപ്പെട്ട ബദരീങ്ങൾ ബദർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരുകയാണ്. അമരാഫാളിൽ പേറ്റേ റമദാൻ 17 അരിമ കീളം വെള്ളി ഇരവിലെ ഈശ സമയമിൽ അത്താനത്തേത്തി അടിത്താർ ഹൈമ എണ്ടും നേബിയുള്ള ബിണ്ട് തീഹമിന്ന് ഇഖ്റാജായുള്ളോരിൽ അഖ്വാഫാറ്റേ ശുജായികൾ ഏതെല്ലാമുണ്ട് ഹഖോദി ഡൂവീൻ.
അമര ഫളിൽ പെറ്റ റമദാൻ 17. റമദാൻ 17 എന്ന് പറഞ്ഞാൽ 17 രാത്രിയിൽ വെള്ളിയാഴ്ച രാത്രി, വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രിയിൽ അവിടെ എത്തിച്ചേർന്നു. ആര്? മഹാന്മാരായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ബദരീങ്ങളും അവിടെ എത്തിച്ചേർന്നു. അന്ന് രാത്രിയിൽ എല്ലാവരും സുഖമായി ഉറങ്ങി. നേരത്തെ തന്നെ മുശ്രിക്കീങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്, ശത്രുക്കൾ അവിടെ എത്തിയിട്ടുണ്ട്. അള്ളാഹിന്റെ റസൂലിന്റെ ദീനിനെ, ഇസ്ലാം ദീനിനെ അടിച്ചമർത്താൻ, റസൂലുള്ളാഹിനെ ആക്രമിക്കാൻ, സ്വഹാബത്തിനെ വകവരുത്താൻ, ഇസ്ലാമിന്റെ സൗന്ദര്യം ഊതിക്കെടുത്താൻ വേണ്ടിയിട്ട് ശത്രുക്കൾ അവിടെ എത്തിയിട്ടുണ്ട്. എവിടെ എത്തിയിട്ടുണ്ട്? ബദർ എന്ന് പറയുന്ന, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആൻസർ പറഞ്ഞു കൊടുക്കണം കിടാക്കളൊക്കെ അല്ലേ. ആ അള്ളാഹിന്റെ റസൂൽ എത്തുന്നതിന് മുമ്പ് തന്നെ ശത്രുക്കൾ എവിടെ എത്തിയിട്ടുണ്ട്? ബദറിലെത്തിയിട്ടുണ്ട്. അതെ, അന്ന് രാത്രിയിൽ റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് കിടന്നുറങ്ങുകയാണ്. എല്ലാവരും ഉറങ്ങിയപ്പോൾ തഹജ്ജുദിന്റെ നിസ്കാരത്തിന്റെ ടൈമായ സമയത്ത് ഉണർന്നു. ഉറക്കത്തിൽ നിന്ന് ഇഷാറത്തായി. അപ്പോൾ എല്ലാവർക്കും ജനാബത്തുണ്ടായിട്ടുണ്ട്. ജനാബത്ത് പറഞ്ഞാൽ അറിയില്ലേ എന്താണ്? സ്ഖലനം ഉണ്ടായാൽ കുളിക്കൽ ഫർദാണ്. കുളിക്കാൻ വേണ്ടി നോക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ ഭാഗത്ത് വെള്ളമില്ല. കുളിക്കാൻ വെള്ളം വേണ്ടേ? തണ്ണി വേണം. മഹാന്മാരായ ബദരീങ്ങൾ ഇരിക്കുന്ന ഭാഗത്ത് തണ്ണിയില്ല. അള്ളാന്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ ഞങ്ങൾക്ക് കുളിക്കാൻ തണ്ണിയില്ലല്ലോ നബിയേ. തണ്ണി നൽകുന്നവൻ ആരാണ്? എല്ലാം നൽകുന്നവൻ ആരാണ്? അല്ലാഹുവാണ്. പക്ഷേ അത് നൽകാൻ ഓരോ ആൾക്കാർ മുഖേനയാണ്, ഓരോ മീഡിയേറ്റർ മുഖേനയാണ് അല്ലാഹു തആല നൽകുന്നത് അല്ലേ. നമുക്ക് മഴയും നമുക്ക് കാറ്റൊക്കെ നൽകുന്നത് അല്ലാഹുവാണ്. പക്ഷെ ഒരു മലക്ക് മുഖേനയാണത്. ഏത് മലക്ക് മുഖേനയാണ്? അതെ, ആ കറക്റ്റ്. ഏത് മലക്ക്? മീകായിൽ അലൈഹിസ്സലാം മുഖേനയാണ് നമുക്ക് മഴ കിട്ടുന്നത്, നമുക്ക് ബാരിഷ് കിട്ടുന്നത്. ആര് മുഖേനയാണ്? മീകായിൽ എന്ന മലക്കിനോട് അല്ലാഹു തആല കൽപ്പിച്ചതാണ്. ആ മലക്കാണ് നമുക്ക്. അല്ലാഹുവാണ് അതിൻ്റെ എല്ലാം കഴിവ്. അടിസ്ഥാനപരമായി ആദ്യം മുതൽ അവസാനം വരെ ചിന്തിക്കുമ്പോൾ എല്ലാം നൽകുന്നവൻ ആരാണ്? അല്ലാഹുവാണ്. എന്നാൽ അതുപോലത്തെ എല്ലാം അങ്ങനെ തന്നെ, എല്ലാം അങ്ങനെ തന്നെ. റമദാൻ 17-ാം രാത്രിയിൽ മഹാന്മാരായ ബദരീങ്ങൾ ചെന്നുകൊണ്ടിട്ട്, സ്വഹാബികൾ ചെന്നുകൊണ്ടിട്ട് അള്ളാഹുവിൻ്റെ ഹബീബായ, ഇങ്ങോട്ട് വാ മോനെ, ഇങ്ങോട്ട് വാ, ഈ രണ്ടാളും ഇങ്ങോട്ട് വരും, ഇവിടെ ഇരിക്കും. അള്ളാഹിൻ്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, നബിയെ ഞങ്ങൾക്ക് കുളിക്കാൻ വെള്ളമില്ല, ഞങ്ങൾക്ക് കുടിക്കാൻ തണ്ണിയില്ലല്ലോ നബിയെ, തണ്ണി വേണം നബിയെ എന്ന് ആരോട് പറയുന്നു? 17-ാം രാത്രിയിൽ, റമദാൻ 17-ാം രാത്രിയിൽ അതാ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, ഞങ്ങൾക്ക് വെള്ളമില്ല നബിയെ, തണ്ണി വേണം നബിയേ. ആലമെങ്കും നിറൈந்து താഹ ഇരந்து കോനവനിൽ അത് പൊളു ദന്തരം കുടയാൽ മതർ ചൊരിന്തിടൈതുളിയാൽ. ആലം എങ്കും നിറൈந்த ത്വാഹ ഇരந்து കോനവനിൽ. ഇതിൽ തമിഴ് ഭാഷ ഉണ്ട്, കന്നഡ ഉണ്ട്, എല്ലാം ഉണ്ട്. അറബി ഉണ്ട്, ഇംഗ്ലീഷൊക്കെ ഉണ്ട്, കന്നഡ ഉണ്ട്. കന്നഡ ഭാഷയില്ലേ? ഉണ്ട്. കോണ, കോണ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കോണ കുഫിറുകൾ സൊഫീഡ തന്നിന്ന് കുതിത്തീട്ടൊരു ഫാരിസ് ഇറങ്ങി വന്ന്. കോണ എന്ന് പറഞ്ഞാൽ ജാമൂസ് അല്ലേ? ആ, അപ്പൊ ജാമൂസുകളായിരിക്കുന്ന ശത്രുക്കളെ പറ്റി അങ്ങനെ പറയാം. റസൂലുള്ളാഹിന്റെ ശത്രുക്കളെ പറ്റി ഒരു സ്ഥലത്ത് കോണ എന്ന് പറഞ്ഞാൽ ജാമൂസ് എന്ന് പറയുന്നുണ്ട്. ഏതായാലും ആലമെങ്കും നിറந்த ത്വാഹ ഇരந்து കോനവനിൽ. ഇരந்து കോനവനിൽ എന്ന് പറഞ്ഞാൽ എന്താ മോനെ അർത്ഥം? റസൂലുള്ളാഹി ഇരந்து എന്ന് പറഞ്ഞാൽ ദുആ ചെയ്തു, പ്രാർത്ഥിച്ചു.
എന്തിനു വേണ്ടിയിട്ട്? തണ്ണി ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് മഴ പെയ്തത് 17-ാം രാത്രിയിൽ. റമദാൻ 17-ാം രാത്രിയിൽ മഴ പെയ്തു. മഴ പെയ്തപ്പോൾ റസൂലുള്ള സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബത്ത് നേരത്തെ തന്നെ വന്നിരിക്കുന്ന സ്ഥലം പാറ ഉള്ള ഒരു ഹാർഡ് ആയ ഒരു സ്ഥലത്താണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, അതൊക്കെ ഒരു കുഴിയായിട്ട് നമുക്കൊരു വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന രൂപത്തിലൊരു ഹൗദ് പോലെ, ഒരു തടാകം പോലെ ആക്കി വെക്കണമെന്ന്, കല്ലൊക്കെ വെച്ചിട്ട് ഹൗദ് പോലെ ഒരു ടാങ്ക് പോലെ ആക്കി വെക്കണമെന്ന് ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ അൽഹംദുലില്ലാ. സ്വലാത്ത് അങ്ങനെ ചൊല്ലിയ വലിയൊരു ബറക്കത്താണ്. അള്ളാഹു ബറക്കത്ത് നൽകണേ അല്ലാ. സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ബറക്കത്ത് നൽകണേ അല്ലാ. മഴ അങ്ങട്ട് പെയ്ത സമയത്ത്, വെള്ളം വന്ന സമയത്ത്, തണ്ണി അങ്ങട്ട് ആകാശ ലോകത്തിൽ നിന്ന് വന്ന സമയത്ത് ഹൗലാക്കി വെച്ചു റസൂലുള്ളാന്റെ സ്വഹാബത്ത്. നേരം വെളുത്തു. റമദാൻ 17-ആയി. നേരം വെളുത്ത സമയത്ത് അബൂജാഹിൽ കിബർ കൊണ്ട് തുള്ളിച്ചാടുകയാണ്. കേറി കേമ കോടതൻ മുകളിൽ ഹേമ പിടിബാൾ ഹസ്തമിലണവായി കിരികിട മകുട തിരുമുടി നീർത്തി തല്ലക്കുടൈവായേ കൊല്ലബിലെ ഗിരഹിത ഫർസൈ സൈഫ് പരത്തി തിരുനർബായേ തിരുനർബായേ ഈറക്കോപ്പത്തോട ജുനൂദിട ചടിത്തോടി തപ്പരീക്ഷണമിൽ ഇട ചുമട ചൊടിക്കിടുകിടന് തടം പൊടി ഉടശായേ പൊടി ഉശർവായേ തകൃതിയിൽ ഇരുവർകളോത്ത് മുൻറജൈബിരോത്തോരെ മുമ്പണവായേ മുമ്പണവായേ കേറി കേമ കോടതൻ മുകളിൽ ഹേമ പിടിബാൽ ഹസ്തമിൽ അണവായി. കോടയുടെ മുകളിൽ കയറി ആര്? അബൂജഹൽ. എത്ര സൈന്യങ്ങൾ, ശത്രുക്കളെ സൈന്യത്തിന്റെ എണ്ണം എത്ര ഉണ്ട്? അതെ, 950 ശത്രുക്കളുണ്ട്. അവരെ നേതാവാണ്, അവരെ ലീഡറാണ് ആര്? അബൂജാഹിൽ. അബൂജാഹിൽ കുതിരപ്പുറത്ത് കയറി കോടതൻ മുകളിൽ കയറി ഹേമ പിടിബാൽ ഹസ്തമിലണവായി സ്വർണത്തിന്റെ പിടിയുള്ളതായ വാളൊക്കെ കയ്യിൽ പിടിച്ചിട്ട് കിബറോടുകൂടി, അഹങ്കാരത്തോടുകൂടി, ഡംബോടുകൂടി മുഹമ്മദിന്റെ തലയെടുക്കൽ വളരെ സിമ്പിളാണ്, അതൊരു ബുദ്ധിമുട്ടല്ല എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന സമയം വെയിൽ ചൂടായി ടൈം ചൂടായി വന്നപ്പോൾ കുടിക്കാൻ വെള്ളമില്ല ശത്രുക്കളുടെ കയ്യിൽ. കാരണം ശത്രുക്കൾ നേരത്തെ തന്നെ ഇരിക്കുന്ന സ്ഥലം ഒരു സോഫ്റ്റ് മണ്ണ് ഉള്ള സ്ഥലമാണ്, സോഫ്റ്റ് മണ്ണുള്ള സ്ഥലമായിരുന്നു. അവിടെ മഴ അങ്ങോട്ട് പെയ്തപ്പോൾ കുത്തി ഒലിച്ചങ്ങോട്ട് പോയി ആകെ ചളി വെളിയായി മാറി. മുശ്രിക്കുകൾ ഇരിക്കുന്ന സ്ഥലം എന്തായി മാറി? നിൽക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റാത്ത രൂപത്തിൽ ചളി എന്ന് പറഞ്ഞാൽ കളിമണ്ണുള്ള സ്ഥലമായി മാറി. സ്വഹാബത്തിന്റെ ഭാഗം നേരത്തെ തന്നെ പാറ ഉള്ള ഹാർഡ് ആയ സ്ഥലത്താണ്, റോക്ക് ഉള്ള സ്ഥലത്താണ് ആര് ശത്രുക്കൾ റസൂലുള്ളാഹിയുടെ സ്വഹാബത്ത് വന്നിട്ടുള്ളത്. അവിടെ ടാങ്ക് മാതിരി വെള്ളം നല്ല സ്റ്റോർ ചെയ്ത് വെച്ച് നല്ല വെള്ളം. കുറച്ച് കഴിഞ്ഞപ്പോൾ മട്ടി ഒക്കെ അടിയിലേക്ക് ചളി എന്ന് വെച്ചാൽ മട്ടി തുറാബ് എല്ലാം അടിയിലേക്ക് പോയി നല്ല പ്യൂർ തണ്ണി മുകളിലേക്ക് വന്ന്. ഇപ്പൊ ആരുടെ കയ്യിൽ, ആരുടെ ഭാഗത്താ വെള്ളം ഉള്ളത്, തണ്ണി ഉള്ളത്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്ത് തണ്ണിയുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അബൂജാഹിൽ പറഞ്ഞു, അബൂജാഹിലിന് വെള്ളം കുടിക്കണം. ആരാ കുറച്ച് വെള്ളം തണ്ണി മുഹമ്മദിന്റെ ഹൗദിൽ നിന്ന് ആരാ കൊണ്ടുവരിക എന്ന് അബൂജഹിൽ ചോദിക്കുകയാണ്. അബൂജഹിൽ കേട്ട് തൻ്റെ കൂട്ടുകാരോട്, തൻ്റെ അനുയായികളോട് പറയുകയാണ്, അണ്ടപൂന റാവി ഉരൈക്കെണ്ടർ നബിയാരെ ഹൗലുണ്ട്, ജലം മുക്കുവതിനായി വെള്ളം മുക്കാൻ ആരാ ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ അന്ത ഖുറൈശോർ ചിലരും മുന്തിടയി, കുറച്ച് ഖുറൈശികൾ മുശ്രിക്കീങ്ങൾ. ഖുറൈശ് എന്നതൊരു കുടുംബത്തിന്റെ പേരാണ്, റസൂലുള്ളാഹിന്റെ കുടുംബത്തിന്റെ പേരാണ് ഖുറൈശ്. അതിൽപ്പെട്ട മുശ്രിക്കീങ്ങൾ, അതായത് റസൂലുള്ളാഹിന്റെ ശത്രുക്കൾ, അവർക്കാണ് മുശ്രിക്കീങ്ങൾ എന്ന് പറയുന്നത്. ആ മുശ്രിക്കീങ്ങളിൽപ്പെട്ട ഹക്കീം എന്ന് പറയുന്ന ആളാണ് ആദ്യമായിട്ട്, ഞാൻ ബലാത്കാരമായിട്ട് മുഹമ്മദിന്റെ പെർമിറ്റ് ഇല്ലാതെ മുഹമ്മദിന്റെ ഹൗദിൽ നിന്ന് ഞാൻ തണ്ണി കുടിക്കാൻ വേണ്ടി പോവുകയാണ്
എന്ന് പറഞ്ഞുകൊണ്ടിട്ട് അതാ ഒരാൾ വരികയാണ്. കണ്ട് നബി കോറി ഹക്കീമെണ്ടി ഒരു പേർ സലിലം നണ്ടുകിൽ കുലക്കുവദീനായി, നണ്ടുകിൽ കുലക്കുവദീനായി. ഹാത്തിമരെ ഏകൽ പടി കാത്ത് കുളമാമ് തനൈ 10 സ്വഹബാക്കൾ നിലയായി, 10 സ്വഹബാക്കൾ നിലയായി. അണ്ട് പുനറാവി ഉരൈക്കണ്ടർ നബി യാരഹൗ നിണ്ട് ജലം മുക്കുവദീനായി. അന്ത ഖുറൈശോർ ചിലരും മുന്തിടൈ ഹക്കീമു മെച്ചു ഗന്ധ നെടിൽ ഏറി നടുവായി, ചുഗന്ധ നെടിൽ ഏറി നടുവായി. കണ്ട് നബി കൂറി ഹക്കീമെണ്ടി ഒരു പേർ സലിലം നണ്ടുകിൽ കുലക്കുവദീനായി. ഹാത്തിമരെ ഏകൽ പടി കാത്ത് കുളമാമ് തനൈ 10 സ്വഹബാക്കൾ നിലയായി, 10 സ്വഹബാക്കൾ നിലയായി. അബൂജഹൽ ചോദിച്ചു, ആരടാ മുഹമ്മദിൻ്റെ ഹൗലിൽ നിന്ന്, മുഹമ്മദിൻ്റെ തണ്ണിയുടെ ടാങ്കിൽ നിന്ന് അല്പം നമുക്ക് തോടാ പാനി ചായയെ ആരാ കൊണ്ടുവരിക എന്ന് ആര് ചോദിച്ചു? അബൂജഹൽ ചോദിച്ചപ്പോൾ ആദ്യം രംഗത്ത് വന്ന ആളെ പേര് അന്ത ഖുറൈശോർ ചിലരും മുന്തിയുടെ ഹക്കീമുമേ. ആരാദ്യം വന്ന ആളിൻ്റെ പേര്? ഹക്കീം. അയാൾ കണ്ട് വരുന്ന അതാരാ അവിടുന്ന് വരുന്നത്? അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, ആ വരുന്ന ആൾ ആരാണ്? അത് ഹക്കീമല്ലേ? ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർമായ ഏ കോൻ ഹേ, അതാരാ? ആരാ? അത് ഹക്കീമാണ്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹക്കീം വന്നോട്ടെ, ഹക്കീം വന്നോട്ടെ, തണ്ണി കുടിച്ചോട്ടെ, തണ്ണി പാത്രത്തിലാക്കിക്കോട്ടെ, സ്റ്റോർ ചെയ്തോട്ടെ, എന്ത് ചെയ്താലും നിങ്ങൾ ഹക്കീമിനെ ഒന്നും ആക്രമിക്കരുത് എന്നാര് പറഞ്ഞു? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്താ കാരണം? അത്രയും വലിയ ഉപകാരം പഴയ കാലത്ത് ഹക്കീമിനെ കൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഓർമ്മണ്ടോ? ഇന്നലെ നമ്മൾ പറഞ്ഞു അത് ഇല്ല. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ വരുന്നതിന് മുമ്പ് അള്ളാന്റെ ഹബീബായ നബി തങ്ങളെ കൊല്ലാൻ കൊടുക്കാൻ വേണ്ടി ശത്രുക്കൾ ആവശ്യപ്പെട്ടു. ആരോടാണ് ആവശ്യപ്പെട്ടത്? റസൂലുള്ളാന്റെ ബാപ്പാന്റെ മൂത്തോനോട്, റസൂലുള്ളാന്റെ മൂത്താപ്പയായ അബൂ ത്വാലിബിനോട് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൂത്താപ്പയായ അബൂ ത്വാലിബിനോട് പറഞ്ഞു, മുഹമ്മദിനെ ഞങ്ങൾക്ക് തരണം, നിങ്ങളെ ഇളയോൻ്റെ മോനായ മുഹമ്മദിനെ ഞങ്ങൾക്ക് തരണം. നിങ്ങൾക്ക് മക്കത്തുള്ള ഏത് ബാലക്കാരനെ വേണമെങ്കിലും ഞങ്ങൾ തരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുദ്ധിയുള്ള തൻ്റെ ഇടമുള്ള മക്കത്തുള്ള നല്ല ബുദ്ധിയുള്ള ഏതൊരു ബാലക്കാരനെ വേണമെങ്കിലും നിങ്ങളുടെ മകനായി നിങ്ങൾക്ക് വളർത്താം. പക്ഷേ മുഹമ്മദിനെ ഞങ്ങൾക്ക് വേണം എന്ന് ആര് പറഞ്ഞു? ശത്രുക്കൾ വന്നുകൊണ്ട് അന്ന് പറഞ്ഞിട്ടുണ്ടായി. ആരോട്? അബൂ ത്വാലിബിനോട്. അബൂ ത്വാലിബ് പറഞ്ഞു, ഞാൻ തരില്ല. ആരാൻ്റെ അന്യൻ്റെ മകനെ ഞാൻ വളർത്തുക? എൻ്റെ സ്വന്തം ഇളയോൻ്റെ മോൻ, എൻ്റെ മോനെ ഞാൻ നിങ്ങൾക്ക് കൊല്ലാൻ തരിക? നടക്കൂല, അത് സമ്മതിച്ചില്ല. ആര് സമ്മതിച്ചില്ല? അബൂ ത്വാലിബ് സമ്മതിച്ചില്ല. റസൂലുള്ളാഹിന്റെ മൂത്താപ്പ സമ്മതിച്ചില്ല. അന്ന് മക്കത്തുള്ള ഖുറൈശികൾ പറഞ്ഞു, മുഹമ്മദിന്റെ കുടുംബക്കാർ മൊത്തം പോട്ടെ, മൊത്തം മലയുടെ മുകളിൽ, പർവ്വതത്തിന്റെ മുകളിൽ, പഹാടിന്റെ മുകളിൽ പോട്ടെ, അവർക്ക് ഭക്ഷണം കൊടുക്കരുത്. അവർ പൊന്ന് ഗോൾഡ് തന്നാലും അവർക്ക് ഗോതമ്പം കൊടുക്കരുത്. അങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ കുടുംബക്കാർ. റസൂലുള്ളാഹിന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ബാപ്പ അബ്ദുള്ള എന്നവർ. ആര്? റസൂലുള്ളാഹിന്റെ ബാപ്പ അബ്ദുള്ള. അവരെ ബാപ്പാന്റെ പേര് അബ്ദുൽ മുത്തലിബ്. അവരെ ബാപ്പാന്റെ പേര് ഹാഷിം. ഹാഷിം എന്നവരുടെ മക്കൾ പരമ്പരകൾ. അവർക്ക് വെള്ളം കൊടുക്കരുത്, ഭക്ഷണം കൊടുക്കരുത്, അവർ പൊന്ന് തന്നാലും ശരി. അങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ ഗ്രാൻഡ് ഫാദറായ ഹാഷിം എന്നവരുടെ സന്താന പരമ്പരക്ക് നാട്ടുകാർ മൊത്തം ബഹിഷ്കരണം പ്രഖ്യാപിച്ചു. ഭക്ഷണ സാധനങ്ങളില്ല, പട്ടിണി കിടന്നു. അവർ കയറി താമസിച്ച ഒരു പഹാഡ് ഉണ്ട്, ഒരു ഹിൽ ഉണ്ട്. ആ ഹില്ലിന്റെ പേര്, പഹാഡ് കാ നാം ക്യാ ഹേ? ശൈബ് അബി ത്വാലിബ്. ശൈബ്, ആ മലയുടെ പേരെന്താണ്? ശൈബ് അബി ത്വാലിബ് എന്ന് പറയുന്ന മലയിൽ
3 കൊല്ലം താമസിക്കുന്ന സമയത്ത് പട്ടിണി കിടന്നു. അല്ലാഹുവിൻ്റെ റസൂല് ഭക്ഷണമില്ല. അതെന്ന് അള്ളാന്റെ റസൂല് എങ്ങോട്ട് വരുന്നതിന് മുമ്പ്, അതേ മദീനത്തേക്ക് ഹിജറ വരുന്നതിൻ്റെ മുമ്പ്. ആ സമയത്ത് നല്ല ഭക്ഷണം, നല്ല ഫ്രൂട്ട്സ്, നല്ല റൊട്ടി കൊണ്ടുവന്ന് കൊടുത്ത ആളാണ് ആര്? ഹക്കീം. അതുകൊണ്ടാ ആ ഹക്കീം അള്ളാന്റെ റസൂലിന്റെ ഹൗദിൽ നിന്ന് വെള്ളം കൊണ്ടുവരുവാൻ വേണ്ടി ഒരുങ്ങിയപ്പോഴ് കണ്ട് നബി ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു. ഒരുപാട് ആൾക്കാർ ഉഷാറില്ലാത്തവരുണ്ട്. കണ്ണൂരിലുള്ള തളിപ്പറമ്പിലുള്ള ഒരു ഹംസ ഹാജി നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി സൽമാൻ എന്ന അറബിയിൽ നിന്ന് കാശ് വാങ്ങി തന്ന ഹാജി, അതേ ഹംസ ഹാജിയുടെ വാപ്പ മരണപ്പെട്ടു, ഉമ്മ മരണപ്പെട്ടു. ഇവിടെയുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ ഉമ്മാക്ക് എന്തായിട്ടുണ്ട്, വയസ്സായിട്ടുണ്ട്. റബ്ബേ ആ ഉമ്മയുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ആമീൻ പറയും. മോനെ ചെറിയ മക്കൾ കിടാക്കൾ ആമീൻ പറഞ്ഞാൽ ഇജാബത്ത് ഉണ്ടാകും. അവരെ ഉമ്മാക്ക് നല്ല ആഫിയത്ത്, ആരോഗ്യം, ബുദ്ധിശക്തി, ഓർമ്മശക്തി. ഈ സഹോദരൻ്റെ ഉമ്മാക്ക് ആഫിയത്ത് ഏറ്റിക്കൊടുക്കണേ അല്ലാ. നൊമ്പലമുള്ളവർ അവിടെ ഇരിക്കുന്നവര് പലരും ദ്വാരിക്കാൻ പറഞ്ഞു, ശിഫയാക്കണേ അല്ലാ. തളിപ്പറമ്പിലെ ഹംസ ഹാജിൻ്റെ ബാപ്പയും ഉമ്മയും മൂത്തോന്മാര്, ജ്യേഷ്ഠന്മാര്, അതുപോലെ തന്നെ അനുജൻ, മറ്റു കുടുംബത്തിൽ നിന്ന് അളിയൻ പലരും മരണപ്പെട്ടു പോയി. അവർക്കൊക്കെ സ്വർഗം നൽകണേ അല്ലാ. അപ്പോൾ ആമീൻ. ഹക്കീം ഇങ്ങോട്ട് വരുന്നത് കണ്ടപ്പോൾ കണ്ട് നബി കൂറി ഹക്കീം വരുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഹക്കീമെണ്ടി ഒരു പേർ സലിലം നണ്ടുകിൽ കുലക്കുവതിനായി എന്ന് പറഞ്ഞാൽ ഹക്കീം അല്ലാത്ത വേറെ ആര് വന്നാലും എന്താക്കണം? കൊന്നുകളയണം. ഹക്കീമിനെ ഒന്നും ചെയ്യരുത്. കണ്ട് നബി കൂറി ഹക്കീമെണ്ടി ഒരു പേർ സലിലം നണ്ടുകിൽ കുലക്കുവതിനായി ഹാത്തിമരെ ഏകൽ പടി കാത്ത് കുളമാമ് തനൈ 10 സ്വഹാബാക്കൾ നിലയായി 10 സ്വഹാബാക്കൾ നിലയായി ഇടര റാവി മൊളിക കുഫിർ നടുവതിയും ഒരു പൊരുടൻ കടുവ പരിഷ് ഇളക്കി ഖറജായി കടുവ പരിഷ് ഇളക്കി ഖറജായി ഇരുബരി തന്നിടയിലവൻ പരവയുരൈ കുഫറുകളോടും അരികര നീർ അറിവിൻ സുറൂജായി അരികര നീർ അറിവിൻ സുറൂജായി. റസൂലുള്ളാഹി പറഞ്ഞു, ഹക്കീം വന്നോട്ടെ, പ്രശ്നാക്കണ്ട. ഹക്കീം എന്ത് ചെയ്തോട്ടെ? വെള്ളം കുടിക്കട്ടെ. ഹക്കീം കുടിച്ചോട്ടെ, പ്രശ്നാക്കണ്ട. അപ്പോൾ ഹക്കീം മടങ്ങിപ്പോയി. ഹക്കീം എന്ന് പറയുന്ന ആ മനുഷ്യൻ ശത്രുക്കളെ ഭാഗത്തേക്ക് മടങ്ങിപ്പോയി. ഈ ഹക്കീം പിൽക്കാലത്ത് സ്വഹാബിയായ കുറെ കാലം കഴിഞ്ഞ ശേഷം അവർ സ്വഹാബി ആയിട്ടുണ്ട്. ആര്? ഹക്കീം ഇബ്നു ഹിസാം. അതെ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പെങ്ങന്മാരെ, ഇനി റാവി പറയുകയാണ്, ചരിത്രം ഉദ്ധരിക്കുന്ന റിപ്പോർട്ടർ പറയുകയാണ്, ശത്രുക്കളെ ഭാഗത്ത് നിന്ന് ഒരാൾ റസൂലുള്ളാഹിന്റെ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി ബലാത്കാരമായി, പെർമിറ്റില്ലാതെ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെർമിറ്റില്ലാതെ വെള്ളം കുടിക്കാൻ വേണ്ടി, തന്നു കുടിക്കാൻ വേണ്ടി ഒരാൾ വരാൻ ഇരിബരി തൻ ഇടയിൽ അവൻ ബരവായി. ഇരിബരി എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ശത്രുക്കളാണ്, ഒരു ഭാഗത്ത് സ്വഹാബികളാണ്. ഈ സ്വഹാബത്തിൻ്റെയും ശത്രുക്കളെയും ഭാഗത്തേക്ക് നടുവിലേക്ക് അയാൾ ഇങ്ങോട്ട് വന്നു, ഒത്ത സെൻട്രലിലേക്ക്. ഒരു ഭാഗം ശത്രുക്കളാണ്, ഒരു ഭാഗം റസൂലുള്ളാഹിന്റെ സ്വഹാബികളാണ്. ആ സ്വഹാബത്തിന്റെ നടുവിലേക്ക് ആര് വന്നു? വേറെ ഒരു ശത്രു വന്നു. ഹക്കീമല്ല, ഹക്കീം മടങ്ങിപ്പോയല്ലോ. അയാളെ കണ്ടാൽ തന്നെ, ഇപ്പോൾ വന്ന ശത്രുവിനെ കണ്ടാൽ തന്നെ കടുവ പരിഷ് ഇളക്കി ഹറജായി, കടുവ പോലെയുള്ള ഒരാൾ. അയാൾ വന്നിട്ട് അവൻ പറഞ്ഞു അവൻ്റെ കൂട്ടുകാരോട്, അവൻ്റെ കൂട്ടുകാരായ റസൂലുള്ളാഹിന്റെ ശത്രുക്കളോട് അയാൾ പറയുകയാണ്,
അരികരെ നീററിവിൻ സുറൂജായി. ഓ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, ഞാനിതാ മുഹമ്മദിന്റെ ഹൗദിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി വരികയാണ്. കൊടുബിലമിൽ ബലാത്കാരമായിട്ട് സമ്മതമില്ലാതെ അഹമ്മദുടെ തടം ഹൗദിൽ നിന്ന്, മുഹമ്മദിന്റെ ഹൗദിൽ നിന്ന് വെള്ളം ഹൗദിൽ നിന്ന് പയസ് കുടിയാതെ അമീ ബരുക. അമീ ബരുക എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കാതെ ഞാൻ വരികയില്ല, വെള്ളം കുടിക്കാതെ ഞാൻ വരൂല്ല. അയാൾ പറയാണ്. അമി എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് ബംഗ്ലാ ഭാഷയാണ്. ഇതിലുള്ളൊരു വാക്കാണ്, ഒരു വേർഡാണ്, ഒരു പദം ആണ് അമി എന്ന ഒരു പദം. അമി എന്ന് പറഞ്ഞാൽ ഞാൻ എന്നതിൻ്റെ അർത്ഥം. അയാൾ പറയാണ്, കൊടുബിലമിൽ അഹമ്മദുടെ തടം ഹൗദിൻ എന്നെ പയസ് കുടിയാതമി ബൈരുകറജ് കുടിത്തില്ല പൊള്ളിക്കും ഹൗദിടിത്തില്ല തടി ജീവൈ മുടിത്തല്ല ദിലൈ അശനായി മുടിത്തല്ല ദിലൈ അശനായി കണ്ടിടുവിൻ സത്യമേ ഉണ്ടിടുക നാം അശനം ഇണ്ട് മഹമൂദരികരാം കൽപ്പന കൂടാതെ ഹമി കൽപ്പവരെ ഹൗദയും അല്പം കൂടി യാത് ശിഖരാം അല്പം കൂടി യാത് ശിഖരാം തൊണ്ട കൊടുനാനുരൈവതണ്ടി ഇവ ചെയ്കയിലെ എണ്ടതിനെ കണ്ട ജനരാം ദുഷ്കം ഹുബുലുൽ അഅലാ ഹഖ് തനയാണ് ഒരു ശക്കുമിലെ വേണ്ട ഉശീരാം ശക്കുമിലെ വേണ്ട ഉശീരാം. ആ വന്ന ബാലക്കാരനായ ആ ചെറുപ്പക്കാരൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശത്രുക്കളെ കൂട്ടത്തിൽ നിന്നിട്ട് റസൂലുള്ളാന്റെ എതിരാളികളായ റസൂലുള്ളാന്റെ നേരെ ശത്രുത ഉള്ളവരായ അഅദാഇന്റെ കൂട്ടത്തിൽ നിന്നിട്ട് അയാൾ കടുവ പരിശ് ഇളക്കിക്കൊണ്ടിട്ട് കടുവ പോലെയുള്ള ആ മനുഷ്യൻ വന്നുകൊണ്ടിട്ട് അയാളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് അയാൾ പറയാണ്, അയാളുടെ കൂട്ടുകാരോട് അയാൾ പറയുന്നത്, ശത്രുക്കളോടാ പറയുന്നത്, ഞാൻ മുഹമ്മദിന്റെ ഹൗദിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി പോവുകയാണ്. അയാളുടെ ശത്രുക്കളായ മുശ്രിക്കീങ്ങളോട്, കാഫിരീങ്ങളോട്, അതെ കാഫിരീങ്ങളോട് പറയുകയാണ്. എന്നിട്ട് പിന്നെ ഉടനെ അവൻ മുഖം തിരിക്കൈ പിന്നെ റസൂലുള്ളാന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു, സ്വഹാബത്തിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു. എന്നിട്ട് പറഞ്ഞിടാ, മുഹമ്മദിന്റെ ആൾക്കാരെ, മുഹമ്മദിന്റെ ദോസ്തുകളെ, മുഹമ്മദിന്റെ ചങ്ങായിമാരെ, നിങ്ങളുടെ ടാങ്കിൽ നിന്ന് ഹൗദിൽ നിന്ന് വെള്ളം എടുക്കാനാണ് ഞാൻ വരുന്നത്. എന്നോട് എതിർക്കാൻ ഉമ്മ 10 മാസം തികഞ്ഞ് പ്രസവിച്ച വല്ല ആൺകുട്ടികളും ഉണ്ടെങ്കിൽ വാടാ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു. ആ ബാലക്കാരൻ, മുശ്രിക്കായ ബാലക്കാരൻ, അയാളെ പേരാണ് അസ്വദ് ലഅനത്തുല്ലാഹി അലൈഹി. ആ ശത്രുവിന്റെ പേരെന്ത്? അസ്വദ്. ഫുൾ നെയിം പറഞ്ഞാൽ അസ്വദ് ഇബ്ന് അബ്ദുൽ അസദ് അൽ മഖ്സൂമി. അതാ ഫുൾ പേര്. അബ്ദുൽ അസദിന്റെ മോനാണ്. അയാളുടെ പേരെന്ത്? അസ്വദ്. അസ്വദിന്റെ അർത്ഥം എന്താ മോനെ? ബഹുത് സിയാദ കാല വാല ഹേ. അതിന്റെ അർത്ഥം അതാണ്. എന്താ അർത്ഥം? ഭയങ്കര കറുത്ത ആളെന്ന് അതിന്റെ അർത്ഥം. അയാൾ അസ്വദിന്റെ തൊലി, അയാളെ സ്കിൻ ഭയങ്കര കറുപ്പാ. ഉള്ളിലുള്ള ദിൽ അതിനേക്കാൾ ഏറെ കറുപ്പാ. ഉള്ളിന്റെ അകത്തുള്ള ഹർട്ട് ഭയങ്കര കറുപ്പാ. അങ്ങനത്തെ കടുകട്ടിയായ കറുപ്പുള്ള, കാരിരുമ്പിന്റെ കടുകട്ടിയുള്ള, കുഫരിയത്തിന്റെ സ്ട്രോങ് ഉള്ള ഏതൊരു ബാപ്പാന്റെ മോനും അവനെന്ന് കണ്ടാൽ ഞെട്ടും. ആ ജാതി ആജാനുബാഹുവായ വില്ലാളി വീരനായ തേരാളിയും പോരാളിയുമായ യുദ്ധത്തിന്റെ അഗ്രേസരനായ, യുദ്ധത്തിന്റെ കളരി അഭ്യാസ മുറകളിൽ 1-ാം നമ്പറുകാരനായ അസ്വദ് ലഅനത്തുല്ലാഹി അലൈഹി. അള്ളാന്റെ ശാപം, അള്ളാന്റെ വെറുപ്പ്, ലഅനത്ത് അവന്റെ മേലുണ്ടാകട്ടെ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള വല്ലാത്ത എതിർപ്പോടുകൂടി അവൻ വന്ന സമയത്ത്, റസൂലുള്ളാന്റെ ഹൗദിൽ നിന്നിട്ട് വെള്ളം എടുക്കാൻ വേണ്ടി വന്ന സമയത്ത്, നിങ്ങളുടെ ഹൗദിൽ നിന്നിട്ട് ഞാൻ വെള്ളം എടുക്കാൻ വേണ്ടി വരികയാണ് മുഹമ്മദേ എന്നും പറഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത്
ബഹുമാനപ്പെട്ട റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വഹാബിയെ വിളിച്ചു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ചാച്ചായെ വിളിച്ചു, പ്രിയപ്പെട്ട എളാപ്പായ വിളിച്ചു, ബാപ്പാന്റെ അനുജനെ വിളിച്ചു, ബാപ്പാന്റെ ഇളയോനെ വിളിച്ചു. അതാരാണ് ആ ബാപ്പാന്റെ ഇളയോന്റെ പേരെന്താ? ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു. ആരോ ഒരാൾ ഹംസ എന്ന് പറഞ്ഞു, ഉത്തരം ശരിയാണ്, ആ കൂട്ടത്തിൽ നിന്നാണ് പറഞ്ഞത്. എന്നാലും ഹംസ എന്ന് മാത്രം പറയരുത്, പറയുമ്പോ ഹംസ റളിയല്ലാഹു അൻഹു എന്ന് പറയണം. അവരാരാണ്? അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ബദർ കഴിഞ്ഞതിൻ്റെ ശേഷം തൊട്ടടുത്ത വർഷത്തിൽ, തൊട്ടടുത്ത കൊല്ലത്തിൽ ഉഹദിൻ്റെ പടക്കളത്തിൽ ഷഹീദായ ദീനിനു വേണ്ടി പിടഞ്ഞു മരിച്ച മഹാന്റെ പേരെന്താണ്? ഹംസ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടല്ലേ വളരെ ആദരവോടുകൂടി നമ്മൾ ചൊല്ലുന്നു. എന്താ നമ്മൾ ചൊല്ലുന്നത്? വബി ഹംസത്തൽ കറാരി അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വസയ്യിദി ശുഹദാഇ. അസദിൽ ഇലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സിംഹം, അള്ളാന്റെ സിംഹമായിരിക്കുന്ന ആര്? ഹംസ റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹു ചാടിയിട്ട് പറഞ്ഞു, ആന പോത് അസദുൽ ഇലാഹ്. ഹംസ ചാടി. അസ്വദിനോട് പടപൊരുതാൻ ആരാ മോനെ ചാടുന്നു? ഹംസ റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹു ചാടിയിട്ട് പറഞ്ഞു, ആന പോത് അസദുൽ ഇലാഹ്. ഹംസ ചാടി. ഹംസ റളിയല്ലാഹു അൻഹു ചാടിയിട്ട് പറഞ്ഞു, ആരടാ ശുജാഅത്തുരത്തി യമൈ ഹൗദിൽ നിന്ന് കുടിപ്പവൻ? ഞങ്ങളെ ഹൗദിൽ നിന്ന് കുടിക്കാൻ പറ്റിയ അതാരടാ? റസൂലുള്ളാഹിയുടെ പെർമിറ്റ് ഇല്ലാതെ കുടിക്കാൻ പറ്റിയ ആളുണ്ടെങ്കിൽ പാടാ. ഹരി ഹംസ ചാടിയടുത്തുടൻ ആരടാ ശുജാഅത്തൂര് യമൈ ഹൗദിൽ നിന്ന് കുടിപ്പവൻ? ആരടാ ശുജാഅത്തൂര് യമൈ ഹൗദിൽ നിന്ന് കുടിപ്പവൻ? ഞാൻ മുറ്റൊരു ബമ്പൈനുണ്ടുബൽ കണ്ടിടട്ടെ കുടിപ്പതായി. ഞാനിരിക്കവജിന്നും ഇൻസിലും നാങ്ക് ദിക്കിലുമില്ല പേർ. ഞാനിരിക്കവജിന്നും ഇൻസിലും നാങ്ക് ദിക്കിലുമില്ല പേർ. ഹംസ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ മുറ്റ നബിയുന അമർ എണ്ടി ഹൗലോട് അടുപ്പതാർ. ഞങ്ങളെ എല്ലാ വിവരങ്ങളും എല്ലാ അറിവുകളും അല്ലാഹു തആല കൊടുത്തവരായ മുഹമ്മദ് മുസ്തഫ. ജ്ഞാനം ഉറ്റ നബിയുന, ജ്ഞാനം എന്ന് പറഞ്ഞ അറിവ്, എല്ലാ അറിവുകളും അല്ല കൊടുത്തവരായ റസൂലുള്ളാഹിന്റെ പെർമിറ്റ് ഇല്ലാതെ ഞങ്ങളെ ഹൗദിൽ നിന്ന് തണ്ണി കുടിക്കൽ പോകട്ടെ, ഹൗദിന്റെ അടുത്തേക്ക് വരാൻ പറ്റിയവരാരാ ഉള്ളത്? ഇല്ല. ഉണ്ടെങ്കിൽ പാടാ. ബമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടിട്ടമ്പി അസ്വദിൽ മാറടാ. ബള്ളൽ നബി മഹ്മൂദ് ഹൗദിന്ന് വെള്ളം കുടിക്കുന്നോനാരടാ. ബമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ, വന്ന് ബീലത്തോടെ വെള്ളം കുടിച്ചാട്ടെ. സംസരിക സരിക എന്താ പറഞ്ഞത്? ബമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടിട്ടമ്പി അസ്വദിൽ മാറടാ. ബള്ളൽ നബി മഹ്മൂദ് ഹൗദിന്ന് വെള്ളം കുടിക്കുന്നോനാരടാ എന്ന് ആ ശത്രുവിനോട് സയ്യിദുന ഹംസ റളിയല്ലാഹു തആല അൻഹു ആക്രോശിച്ച സമയത്ത്, അസ്വദിനോട് പറഞ്ഞ സമയത്ത് അസ്വദി മറുപടി പറയുകയാണ്. അസ്വദ് ഡബിൾ ക്രോധത്തോടെ, ഡബിൾ അരിശത്തോടെ സയ്യിദുന ഹംസ റളിയല്ലാഹു തആല അൻഹുവിനോട് മറുപടി കൊടുക്കുകയാണ്, ആൻസർ പറയുകയാണ്. എന്താണ് ആൻസർ? എന്താണ് സംഭവിക്കുന്നത്? ഇൻഷാ അല്ലാഹ് കൽ ഹം ബോലേഗ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് അധികം സമയം പാർത്തുപോയാൽ, ഡിലേ ആയാൽ, ലേറ്റായാൽ ബുദ്ധിമുട്ടുണ്ട്. അല്ലാഹ് ഒരുപാട് ആള് ദുആരിക്കാൻ പറഞ്ഞവരുണ്ട്.
അല്ലാഹുവേ ഖൈറാക്കണേ റഹ്മാനെ. ഖൈർ മോനെ ആ CM വരുന്നാൻ്റെ തവസ്സുലില്ലേ, കൊണ്ടുവന്നിട്ടില്ലേ? അത് ചെല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു يا شيخنا يا شيخ مدبور أتينا بابكم راجين فوزا كاملا يا شيخنا مدبور ولي لا إله يا شيخ مدبور أتينا بابكم يا شيخنا يا شيخ مدبور أتينا بابكم راجين فوزا كاملا يا شيخ إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തിൽ ഒരുപാട് ഔലിയാക്കളുണ്ട്. ആ ഔലിയാക്കളെ ലീഡർമാർ ആരാണ്? റസൂലുള്ളാഹിന്റെ ഉമ്മത്തിലുള്ള ഔലിയാക്കളുടെ ലീഡർമാർ ആരാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിൽപ്പെട്ട ഔലിയാക്കളുടെ ലീഡർമാർ ആരാണ്? സ്വഹാബികളാണ് മോനെ. ഗൗസുൽ അഅ്ലം തങ്ങൾ സ്വഹാബി അല്ല, ആണോ? അല്ല, അവര് അള്ളാന്റെ ഔലിയാക്കളിൽപ്പെട്ട വലിയ മഹാനാണ്. ആര്? മുഹീദ്ദീൻ ശൈഖ് എന്ന ഗൗസുൽ അഅ്ലം തങ്ങൾ. പക്ഷേ ഗൗസുൽ അഅ്ലം ആണോ ഏറ്റവും വലിയ വലിയ, ഏറ്റവും സബ്സെ ബഡാ വലിയ കോൻ ഹേ? മുഹീദ്ദീൻ ശൈഖ് അല്ല ഹേ. കാരണം മുഹീദ്ദീൻ ശൈഖ് ആരല്ല? സ്വഹാബി അല്ല. സ്വഹാബികളാണ് വലിയ മഹാന്മാര്. ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ പേര് ഈ കുട്ടികൾ 15, 16 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾ പറയോ? പറഞ്ഞാൽ സമ്മാനുണ്ട്, ഒരു സമ്മാനുണ്ട്, ഒരു ഹദിയ ഉണ്ട്, ഒരു തുഹ്ഫുണ്ട്. ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ പേര് പറഞ്ഞാൽ അവിടെയുള്ള കുട്ടികൾ ആരെങ്കിലും പറയുമോനെ? അലി റളിയല്ലാഹു അൻഹു. ശരിയാണ്. ആ കുട്ടിക്കൊരു സമ്മാനമുണ്ട്. സമ്മാനം വേണ്ടേ? അള്ളാഹു ദുനിയാവെന്നും ആഖിറത്തൊന്നും സമ്മാനം വാങ്ങാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നാളെ വലിയ സമ്മാനം കൊടുക്കും. ഇത് ബുർദയുടെ ബൈത്താണ്. ഇത് ഉമ്മാനോട് ചെല്ലാൻ പറയണം. ഇത് പുതിയ ബുർദയുടെ ബൈത്താണ്. നാളെ ക്യാഷിന്റെ സമ്മാനം കൊടുക്കും ഇൻഷാ അല്ലാഹ്. സറൈത മിൻ ഹറമീൻ ലൈലൻ ഇലാ ഹറമീ കമാ സറൽ ബദ്റു ഫീഹി ദാജിം മിന ളുലമി. മോനെ, സഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാളുടെ പേര് പറയാൻ പറഞ്ഞപ്പോൾ ഈ കുട്ടികളോട് ആരോടും പറയാൻ പറഞ്ഞപ്പോൾ ആരും പറഞ്ഞിട്ടില്ല. ഈ മോനാണ് പറഞ്ഞത് ഒരു സഹാബിയുടെ പേര്. നാളെ പൈസന്റെ സമ്മാനം കൊടുക്കും. ഇപ്പം എൻ്റെ കയ്യിൽ ക്യാഷില്ല, നാളെ കൊടുക്കും. എന്താ ഈ കുട്ടി പറഞ്ഞ ഉത്തരം? അലി റളിയല്ലാഹു അൻഹു. അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാണ്. 15 വയസ്സിന്റെ താഴെയുള്ള വല്ല കുട്ടികൾക്കും അറിയുമോ വേറെ ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ പേര്? ശരിയാണ്, പറയൂ, ഉറക്കെ പറയുവാനെ. ഇനി 15 വയസ്സ് കഴിഞ്ഞാലും തിരക്കടില്ല, 17ന്റെ താഴെ ആയാൽ മതി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓൻകൊണ്ട് സമ്മാനം. ഇൻഷാ അല്ലാഹ് ഇതിപ്പോൾ തൽക്കാലം പിടിച്ചോ. നാളെ 2 ആൾക്കും സമ്മാനമുണ്ട് കേട്ടോ. സമ്മാനം ചോദിച്ചു വാങ്ങണം, തരും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരാണ് സ്വഹാബികൾ അല്ലേ?
അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, സഅദ്, സഈദ്, സുബൈർ, ഇബ്നു ഔഫിൻ തുണ ഞങ്ങളിലേകിടണേ, തുലക്കാതെ സഹായിക്കണേ. ആദ്യമായിട്ട് ഉത്തരം പറഞ്ഞത് അനസാണ് അല്ലേ? അഹമ്മദ് അനസ്. ആദ്യം പറഞ്ഞത് ബദരീങ്ങളാണ് സ്വഹാബത്തിന്റെ നേതാക്കന്മാർ. ഔലിയാക്കളുടെ നേതാക്കൾ ആരാണ്? ബദരീങ്ങളാണ്. ബദരീങ്ങളെ നേതാക്കളാണ് സ്വഹാബത്തിന്റെ നേതാക്കന്മാരാണ് ആര്? ബദരീങ്ങൾ. ബദരീങ്ങളിൽപ്പെട്ട ആളാണ് ആര്? അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ബദരീങ്ങളെ നേതാവാണ്. അവരൊക്കെ കഴിഞ്ഞതിന് ശേഷം പിൽക്കാലത്ത് വന്ന വലിയാണ് ആര്? മുഹീദ്ദീൻ ഷെയ്ഖ്. അതിൻ്റെയും ശേഷം ഒരുപാട് കാലശേഷം വന്ന അടുത്ത കാലത്ത് വന്ന് വഫാത്തായ ഒരു മഹാനാണ് ആര്? CM വലിയുല്ലാഹ് അല്ലേ? യാ ശൈഖനാ യാ ശൈഖ് മടബൂരിൻ അതൈനാ ബാബക്കും റാജീന ഫൗസൻ കാമിലൻ യാ ശൈഖനാ മടബൂർ വലി كنت قد أخفيت أمرك أولا ثم افتقر لا إله إلا الله لا إله إلا الله كنت مشتاقا بزورة سيد الخلق كما رمت بيت الله هجا سيدي CM ولي عند زورة خير خلقي طار عقلك للعلا منه قد أحرزت درا غاليا CM ولي كم أناس قد أتوا فوجا وفوجا دائما من بكرة لعشية لجنابكم CM ولي لا إله إلا الله ബാക്കിയുള്ള ഭാഗം നാളെ പാടാനും പറയാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ വെല്ലുവിളിച്ചപ്പോൾ എന്താണ് അവൻ പറഞ്ഞത്? അവൻ എന്ന് പറഞ്ഞാൽ ആര്? ഇൻഷാ അല്ലാഹ്